ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസാണ്. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. വൺ ടക്ക് ബ്ലൗസ്, ഒരൊറ്റ ടക്ക് മാത്രമേ ഈ ബ്ലൗസിൽ വരുന്നുള്ളൂ. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കാണിക്കുന്നത്. അതേമാതിരി ബ്ലൗസ് ആദ്യമായിട്ട് ഇടുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഒരുപാട് ടക്കൊന്നും വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 1 മീറ്ററാണ്. ലൈനിങ്ങും 1 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ബാക്ക് പാർട്ട് ലൈനിങ് തുണിയിലാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ചൊന്ന് മടക്കിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ അവിടെ താഴെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ 14 ഇഞ്ചാണ് ഈ ബ്ലൗസിന് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 15 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ ഇവിടെ 5.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത്. 5.5 ഇഞ്ചാണ്. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ആം ഹോളും 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 32ആണ്. അതിൻ്റെ പകുതി 8 ഇഞ്ച്. ആ 8 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോളൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് അളവ് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ടക്ക് ഇടാൻ നമുക്ക് കൊടുക്കണം. 8 ഇഞ്ച്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുമ്പോൾ താഴെ നമ്മൾ ഒരു 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 7.5 ഇഞ്ചാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. താഴെയും 2.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് ബോക്സ് മാതിരി വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ടക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചിലാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടക്ക് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുണി രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാനിവിടെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ അങ്ങനെ ഒരു ലൈൻ വരച്ചു. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഞാൻ വീണ്ടും ഒരു ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിനെക്കാളിലും ബാക്ക് പാർട്ടിനെക്കാളിലും ഫ്രണ്ട് പാർട്ടിൽ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ കൂടുതൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതവിടെ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാക്കിലെ ലെങ്ത്ത് നമുക്കൊരു 5.5 ഇഞ്ചാണ് ബാക്കിലെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലൈനിൽ നിന്ന് താഴേക്ക് നമുക്ക് 5.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും അതേമാതിരി നമ്മളിതാ ഫ്രണ്ടിലെ ആം ഹോള് ഒന്ന് താഴേക്കൊന്ന് കുറച്ചൊന്ന് ഇറക്കി, ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്ന് ഇറക്കി ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ബെസ്റ്റ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് 10.5 ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 10.5 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 3.5 ആണ് മാർക്ക് ചെയ്യുന്നത്. 3.5 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേമാതിരി താഴെയും അതേമാതിരി തന്നെ 3.5 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതൊന്ന് ഇങ്ങനെയൊന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലൈൻ വരച്ച ഇതിൻ്റെ 2 ഭാഗത്തേക്ക് 1.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 1.25 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ഇങ്ങനെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1.25 ഇഞ്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം 2.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കണം. കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. ബാക്ക് പാർട്ടിൽ 1 ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാതെ അതുകൂടാതെ നമുക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ അവിടെ കൂടുതലായിട്ട് എടുത്തു കൊടുക്കാം. മുകൾ ഭാഗത്തൊന്നും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതൊന്നിങ്ങോട്ട് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് നമുക്കിത് ഈ താഴെ നിന്നിങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ടക്ക് മാത്രമാണ്, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഈ ഒരു ടക്ക് മാത്രമാണ് നമുക്ക് ഈ ബ്ലൗസിൽ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഈ മാർക്ക് ചെയ്ത് ഇത് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് തുണി നല്ല തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നല്ല തുണിയൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല തുണിയിലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടി തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ അവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് ഇവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. സ്ലീവിൻ്റെ താഴെ ഒരു 6.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. സ്ലീവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സ്ലീവ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇതിൽ ഞാൻ അവിടെ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല. ലൈനിങ് കൊടുക്കാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മളിത് ലൈനിങ് തുണിയും നല്ല തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. താഴെ ടക്കിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടക്കും ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അടുത്തതായിട്ട് ഫ്രണ്ട് പാർട്ടിലും നമ്മളിവിടെ ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിത് ഇത് രണ്ടുമാണ് നമ്മളിവിടെ ടക്കിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേമാതിരി ഈ സൈഡിലും ഇതൊന്ന് ഒരു 1/2 ഇഞ്ചിൽ ഈ ടക്കും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് രണ്ട് സൈഡും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിത് ബാക്ക് പാർട്ടിനേക്കാളും ഫ്രണ്ട് പാർട്ടിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ വെച്ച് നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ കൂടുതലുള്ളതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കൂടുതലുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാക്കിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 2 സൈഡിലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡിൽ ഞാൻ 2.5 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തത്. ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ടുള്ളിലേക്ക് മടക്കി കൊടുക്കും. ഈ ഭാഗത്ത് വെക്കുന്ന തുണി നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് വരുന്ന മാതിരി വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന മാതിരി ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് താഴ്ഭാഗത്ത് വേറൊരു തുണി വെച്ചിട്ടാണ് നമ്മൾ മടക്കി ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഈ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ 2 സൈഡിലും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേമാതിരി തന്നെ ഫ്രണ്ട് പാർട്ടിലും അങ്ങനെയൊന്ന് 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, 2 ഷോൾഡറും. അതിനുശേഷം താഴെ ഇങ്ങനെ നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ഇതൊന്നിങ്ങനെ താഴെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സ്ലീവിൻ്റെ താഴെ ആദ്യം തന്നെ ഒന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററും ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഒന്നിച്ച് വയ്ക്കുക. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസ്. അപ്പോൾ അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യാനുള്ളത്. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതവിടെ ക്രോസ് പീസാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്ക് ക്രോസ് പീസ് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ 1 ടക്ക് ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണിത്. അപ്പോൾ തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.